അപ്പോൾ ചങ്ങായിമാരെ, സിറ്റി വേഴ്സസ് മാഡർ മത്സരം 2 ലെഗും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു എത്തിഹാദത്തെ മത്സരം കൂടി ഇന്നലെ കഴിഞ്ഞു. അങ്ങനെ 5-1 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിന് മാഡ്രിഡ് ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് ഇപ്രാവശ്യം പ്രവേശിച്ചിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഒരു സിറ്റിൻ്റെ കഴിഞ്ഞ 3 സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിനെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഔട്ടാക്കിയിട്ടുള്ളത് റയൽ മാഡ്രിഡ് ആണ്. അതിൻ്റെ മുന്നത്തെ സീസണിലും സിറ്റി ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. അതിൻ്റെ മുന്നത്തെ സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു സിറ്റിക്ക് വില്ലനായിട്ടുള്ളത് തീർച്ചയായിട്ടും റയലാണ്. അങ്ങനെ ഒരു 3-4 സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം റയലിനെ ബീറ്റ് ചെയ്താലേ അവർക്ക് UCL പോയി അടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പം ഇന്നലെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തൊരു മത്സരമായിരുന്നു. സിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെമോൺടാഡ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അറിയാലോ സിറ്റി അത്രയും വലിയൊരു ക്ലബ്ബാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മാച്ചാണ്. സ്വാഭാവികമായിട്ട് ഇതിന് മുന്നേ ഒരു ബെർണാഡോ സിൽവ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഇത്തിഹാദിൽ കാര്യങ്ങൾ എളുപ്പമാക്കണമെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിക്കുന്നു, അതിനുശേഷം ഞങ്ങൾ ആ ഒരു മാച്ച് തന്നെ കൺട്രോൾ ചെയ്തു, അതിനുശേഷം ഞങ്ങൾ ആ ഒരു റെമോൺടാഡ കംപ്ലീറ്റ് ആക്കി ക്വാർട്ടർ ഫൈനലിലേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായി. പക്ഷേ എന്താണ് നടന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് തന്നെ സിറ്റിക്കാണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സിറ്റിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വാൽവർദേക്ക് പതിവ് പോലെ നല്ലൊരു ചാൻസ് കിട്ടി. പക്ഷേ അവിടെ നല്ല രീതിയിലൊരു ഷോട്ട് എടുക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പോയി സിറ്റി എനിക്ക് തോന്നുന്ന ഒരു ചെറുക്കിയും പാടായ ഒരു 11ലേക്ക് വന്നപ്പോൾ, പിന്നെ അവരുടെ ഹോം ഗ്രൗണ്ടും പാടായപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ലൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ അവിടെ കാഴ്ചവെക്കാൻ സിറ്റിക്ക് കഴിഞ്ഞു. പക്ഷേ അവിടെ സിറ്റിക്ക് ഒരു അടി ആയതെന്ന് പറയുന്നത് ആ റെഡ് കാർഡ് തന്നെയാണ്. ആ റെഡ് കാർഡ് വന്നതോടുകൂടി പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും സിറ്റി കഴിഞ്ഞു, സിറ്റിയൊക്കെ പോയി, ഇനി റയൽ തന്നെയാണ്, ഒരു റെമോൺടാഡൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം തന്നെ ആ ഒരു 20ാമത്തെ മിനിറ്റ് തന്നെ കാഴ്ചവെക്കുന്നത് കണ്ടു. ഈ ഒരു ബെർണാഡോ സിൽവ കൈകൊണ്ടാണ് ഒരു പന്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടാണ് തടുക്കുന്നത്. പക്ഷേ ഈ ഒരു കൈ ഇവിടെയാണ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈസി ഹാൻഡ് ബോളാണ്. അതിനൊരു റെഡ് കാർഡും കിട്ടി. അങ്ങനെ 20ാമത്തെ മിനിറ്റിൽ 10 മാൻ സിറ്റി ആയിട്ട് ചുരുങ്ങുകയാണ്. പക്ഷേ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തന്നെ സിറ്റീൻ്റെ ഹോപ്പൊക്കെ അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗോൾ അടിക്കാൻ സിറ്റിക്ക് കഴിഞ്ഞു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് കോട്ടോയ്സ് ആണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും സിറ്റിക്ക് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഷോർട്ട് ഓൺ ടാർഗറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ഒരു കോട്ടോയ്സ് ആണെന്നുണ്ടെങ്കിൽ മാരക ഫോമിലായിരുന്നു. അങ്ങനത്തെ ഒരു ഫസ്റ്റ് ലെഗിൽ എന്താണോ കാട്ടിയിട്ടുണ്ടായിരുന്നത് അതേമാതിരി തന്നെയാണ് ഈ സെക്കൻഡ് ലെഗിലും കാഴ്ച വെക്കുന്നത്. ഇത് ചില ഗോൾ കീപ്പേഴ്സൊക്കെ ഉണ്ടാവും, ചിലൊരു മത്സരത്തിലൊക്കെ വന്നുകൊണ്ട് മെയിനായി പോകണത്തെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കളിക്കണ മത്സരത്തിലൊക്കെ ഇതേമാതിരിക്കാണ് കോട്ടോസിൻ്റെ പെരുമാറ്റം, ഈ ഒരു ഫോം എന്ന് പറയുന്നത്. ഇന്ത്യയൊക്കെ മനസ്സിലുണ്ടാകുക ഒരു ഗോളിക്ക് ഇങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ കഴിയുമോ, പന്ത് അങ്ങനെ ചിന്തിച്ചു പോയി നമ്മൾ ആ ഒരു സേവൊക്കെ കാണുമ്പോൾ അജാതി സേവ്സാണ് ഈ ഒരു കോട്ടോസ് നടത്തുക. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 1-1 എന്നുള്ളൊരു സ്കോറിനാണ് അവിടെ ഇതായിട്ടുള്ളത്. ആ ഒരു പെനാൾട്ടി എന്തായാലും വിനി സ്കോർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള വിനീൻ്റെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ സീസണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2024 ക്യാമ്പയിൻ കഴിഞ്ഞ് യൂറോ നമ്മളെ റോഡ്രി അടിച്ചു, UCL അടിച്ചിട്ടും ഈ ഒരു ബലണ്ടിയറൊന്നും നേടാൻ കഴിയാത്ത വിനീഷ്യസ് ജൂനിയറിനെ ആ ഒരു കഴിഞ്ഞ സീസണിൽ ആ ഒരു ഇതിൽ വന്നപ്പോൾ പ്ലേ ഓഫിലേക്ക് വന്നപ്പം ഇനിയൊരു സിറ്റി ഫാൻസ് അപമാനിച്ച് ക്രൈ ചെയ്യാൻ പറയുന്നത്, നൂലുവിളിക്കാൻ പറയുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതിലൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ ആ ഒരു പോസ്റ്റർ ശരിക്കും കണ്ടു. കാരണം ഇന്നലെ ആ ഒരു ഗാലറിയിലെ ഒരു 50-60% ഫാൻസും, അതായത് സിറ്റി ഫാൻസും നൂലുവിളിച്ചിട്ടുണ്ട്. ആ ഒരു പെണ്ണ് നൂലുവിളിച്ചിട്ട് കണ്ടില്ല. അതൊക്കെ ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. പക്ഷേ അത് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അജാതി വൈറലായിട്ടുണ്ട് സംഭവം. സിറ്റി അതോടുകൂടി തീർന്നതാണ് തോന്നുന്നത്. ഈ ഒരു ഗാർഡിയോളനെ സംബന്ധിച്ചിടത്തോളം ഈ റയൽ എന്ന് പറയുന്ന ഒരു കടമ്പ വലിയൊരു കടമ്പയാണ്. റയലിനെ മറികടക്കാൻ ഗാർഡിയോളക്ക്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ, ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ പരാജയപ്പെടുന്നതിനൊക്കെ കണ്ടു. പക്ഷേ നോക്കൗട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നും കാട്ടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഗാർഡിയോളൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എടുത്ത് പറയുന്ന സംഭവം തന്നെയാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചമായി തന്നെയാണ്. അതായത് മറ്റ് ടീമുകളൊക്കെയാണ്, ഇപ്പോൾ ബാഴ്സലോണയാണോ അല്ലെങ്കിൽ ബയൺ മ്യൂണിക്കാണോ ഈ ഒരു മത്സരം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സിറ്റിക്കെതിരെയുള്ള ടീമെന്ന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ 2 ടീമും നോക്കുക മാക്സിമം ഗോൾ സ്കോർ ചെയ്യാനാണ്. പക്ഷേ റയൽ അതിനല്ല നോക്കിയിട്ടുള്ളത്. അതായത് റയൽ ഓൾറെഡി 3-4 ഗോള് മുന്നിലാണ്. ഇനി അങ്ങോട്ട് അടിക്കേണ്ട എന്നുള്ളൊരു മനോഭാവം റയലിനുണ്ടാവുള്ളൂ. അത് ഏത് മത്സരമാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന് എങ്കിൽ പോലും അവിടെ വിനീഷ്യസ് ജൂനിയറിനൊക്കെ ധാരാളം ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 4 ഗോൾ 5 ഗോളൊക്കെ ക്ലിയർ ആയിട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയറിന് കൺവേർട്ട് ചെയ്യാനല്ലെന്നുണ്ടെങ്കിൽ അടിക്കണ ഡൊണാറുമ തടുത്തിടുക, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷേ
എങ്കിൽ പോലും ലാസ്റ്റ് മിനിറ്റ് വിനീഷ്യസ് ജൂനിയർ അടിച്ചു. പിന്നെയും സിറ്റിൻ്റെ അണ്ണാക്കിലേക്ക് ആ ഒരു സെലിബ്രേഷൻ കൊടുത്തു. അവിടെയും ഈ ഒരു നമ്മളെ ബെൻഫിക്കൻ്റെ ഫസ്റ്റ് ലെഗത്തെ മാതിരി ഡോണാറുമോ ഒന്നും കണ്ട് എന്തിനാ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ സെലിബ്രേഷൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം, ഒരു പ്ലെയർ ഗോൾ അടിച്ചു കണ്ട് അയാൾക്ക് ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിപ്പോൾ ഇനി ഇത്തിഹാദിലാണ് ഓരോ ഹോമിലാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഓരോരോ ആ പ്ലെയറിൻ്റെ ഇഷ്ടമല്ലേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിനിപ്പോൾ ചില റൂൾസൊക്കെ ഫിഫയും UEFA ഒക്കെ കൊണ്ടിട്ടുണ്ടാവും. ആ ഒരു റൂൾസിനൊക്കെ മറികടക്കാതെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്തായാലും അർഹത ഈ ഒരു വിനീഷ്യസ് ജൂനിയറിനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരം ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും റയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പല എല്ലാ സീസണത്തെയും പോലെ പല പ്രൊഡിക്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിറ്റിൻ്റെ കട്ടെടുത്ത് ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ഫൈനലിലേക്ക്. അതിന് നേരെ സിറ്റിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഇങ്ങനെ കട്ട ഞങ്ങളെന്തായാലും ക്വാർട്ടർ ഫൈനലുണ്ട്, ഇനി ബയൺ മ്യൂണിക്കിനാവും കിട്ടുക. ബയൺ മ്യൂണിക്ക് ഇപ്രാവശ്യം നല്ലൊരു ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. മേ ബി ഈ റയൽ മാഡ്രിഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഈ ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പം റയലും ബയണൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ബയണിന് ഇത്തിരി മൊയ്ക്കൈമുണ്ട്. പക്ഷേ റയലാണ് UCL ആണ്. ഈ ഒരു ബയണിനെതിരുള്ള മത്സരം ഏപ്രിൽ 7 അത് ആദ്യം അലയൻസ് അറേനയിലാവും. അതായത് ഇപ്പം ആയി പറയുമ്പം ബയൺ കയറിയിട്ടില്ല, ഒരു റമോണ്ടാട നടക്കാൻ ചാൻസ് ഇല്ല. അറ്റ്ലാന്റിനോടൊക്കെ റമോണ്ടാട അറ്റ്ലാന്റ നടത്തുമെന്ന് അറിയില്ല, അതും അലയൻസ് അറേനയിൽ. അപ്പോൾ ആദ്യം അലയൻസ് അറേനയിലാവും ഒരു മത്സരം നടക്കുക. അവിടെ ഒരു ഡ്രോയൊക്കെ പിടിച്ചിങ്ങാണ്ട് പതുക്കെ ബെർണാബിയിൽ വന്നുകൊണ്ട് അണ്ണാക്കിലടിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് സെമി ഫൈനലിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യും ഒരു സീസണിന് ശേഷം, ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പയിന് റയലല്ല ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ഒരു ബാഴ്സയുടെ സൈഡിലല്ല റയലിൻ്റെയും ഈ ഒരു മ്യൂണിക്കിൻ്റെയൊക്കെ സൈഡിലുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലിവർപൂൾ ആണെന്നുണ്ടെങ്കിൽ ഗാലക്ടസറായിനോടൊരു കംബാക്ക് നടത്തിയാണ് മുന്നോട്ട് പോകുക അറിയുമ്പോൾ PSG-നെയാണ് അവർക്ക് മുന്നിൽ പോയി കിട്ടുക. ചിലപ്പോൾ അവിടെ പോയാൽ ഭാരക തോൽവിയാവും ലിവർപൂളിനെ കാത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം ഉണ്ട്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറാണ്, അത്രയും ഇതാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സിറ്റിനെയാണ് റയലിന് കിട്ടിയിരുന്നത്, ഇനി മ്യൂണിക്കിനെയാണ് റയലിന് കിട്ടുക. ഇനി റയലിന് അത് റയലല്ല അല്ലെങ്കിൽ മ്യൂണിക്കാണ് മുന്നേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് മേ ബി PSG ആകും അവിടെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനത്തെ ഒരു സൈഡാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബയൺ മ്യൂണിക്കിനോട് ആരും റയലിനെ താത്തിക്കെട്ടാൻ ശ്രമിക്കണ്ട. തോൽക്കും, ചിലപ്പോൾ തോൽക്കും. പക്ഷേ അത് ഇത് ഞങ്ങൾ അതപ്പതിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.